ആരോഗ്യദീപ്തി. എല്ലാ വർഷവും നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിച്ചു വരുന്നു. ഇതോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ ജിതിൻ ജോർജുമായുള്ള അഭിമുഖമാണ് ഇന്ന് ആരോഗ്യദീപ്തിയിൽ. കൂടെ ശ്രീകല ബിജു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എല്ലാ വർഷവും നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിച്ചു വരികയാണ്. പതിവ് പോലെ ഈ വർഷത്തെ അതായത് 2025 ലോക പ്രമേഹ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഡോക്ടറെ? നവംബർ 14 എല്ലാ വർഷവും ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നു. ഈ വർഷത്തെ തീം ഡയബറ്റിസ് ആൻഡ് വെൽബീയിങ് എന്നാണ്. അതായത് പ്രമേഹവും സമ്പൂർണ്ണ ആരോഗ്യവും. പ്രത്യേകമായി നമ്മുടെ ജോലി സ്ഥലത്തെ ഫിസിക്കൽ വെൽബീയിങ്, സോഷ്യൽ വെൽബീയിങ്, മെൻ്റൽ വെൽബീയിങ്ങിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. ഷുഗർ നമുക്കറിയാം ലോകത്ത് ഒരു പാൻഡമിക് പോലെയാണ്, നമ്മൾ കൊറോണ വൈറസ് എന്ന് പറയുന്ന പോലെ. കാരണം 10%, ഇന്ത്യയിലും ലോകത്തിലും 10% ആൾക്കാർ പ്രമേഹം ബാധിച്ച് ജീവിക്കുന്നവരാണ്. അതിൽ തന്നെ കേരളത്തിൽ വന്നാൽ 4-ൽ ഒരാൾക്ക് ഷുഗർ ഉണ്ടെന്നാണ് കണക്ക്. പ്രധാനമായും അതിന് കാരണം നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ആണ്. ഈ പ്രമേഹത്തിൻ്റെ ഇപ്പോഴത്തെ നിരക്ക് കണക്കുകളെ കുറിച്ചൊന്ന് പറയാമോ? നമ്മൾ സാധാരണ കൊറോണ നമ്മളെ ബാധിച്ചപ്പോൾ അതൊരു പാൻഡമിക് എന്ന് പറയും. ഏതാണ്ട് അതിന് സമാനമാണ് പ്രമേഹത്തിൻ്റെ അവസ്ഥയും. ഒരു ലോകത്തെ ഒരു പാൻഡമിക് എന്ന് വിളിക്കാം. കാരണം ലോകത്തിലെ കണക്കെടുത്താലും 10% ആൾക്കാർ പ്രമേഹം ബാധിച്ച് ജീവിക്കുന്നു എന്നാണ് കണക്ക്. അതിൽ തന്നെ കേരളത്തിലേക്ക് വന്നാൽ 4 പേരിൽ ഒരാൾക്ക് ഷുഗർ ഉണ്ട് എന്നാണ് അതിൻ്റെ കണക്ക്. അതാണ് അപ്പോൾ ഷുഗറിൻ്റെ ഒരു വ്യാപ്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രമേഹ ദിനം ആചരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങളിലേക്ക് ഒരുപാട് അറിവ് പ്രമേഹത്തെപ്പറ്റി നമ്മൾ അവബോധം ഉണ്ടാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. എന്തായാലും പ്രമേഹ രോഗികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് അല്ലേ? അതെ. എന്താണ് ഈ പ്രമേഹം എന്ന്? അത് എല്ലാവരും ഒരുപോലെ പറയുന്ന ഷുഗർ അല്ലേ? അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ ഡോക്ടറെ? പ്രമേഹം സാധാരണഗതിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ 2.5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടുകയും അത് കുറയുകയും ചെയ്യാറുണ്ട്. ഇത് കുറയുന്നതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയിൽ നിന്നും ബീറ്റാ കോശങ്ങളിൽ നിന്നും ഇൻസുലിൻ ഉൽപ്പാദിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഏതെങ്കിലും ഒരു രോഗാവസ്ഥയിലോ അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങളിൽ നിന്ന്, ബീറ്റാ സെൽ കോശങ്ങളിൽ നിന്ന് ഇൻസുലിൻ ഉൽപ്പാദനം കുറയുന്നൊരവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ ഷുഗർ ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഈ ക്രമാതീതമായി ഷുഗർ അതായത് വർദ്ധിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുന്നു. ഈ ഷുഗർ കൂടി നിൽക്കുന്ന അവസ്ഥയെയാണ് നമ്മൾ പ്രമേഹം എന്ന് വിളിക്കുന്നത്. സാധാരണയായി പ്രമേഹം എത്ര തരമാണുള്ളത്? പ്രധാനമായും 3 നമ്മൾ പ്രമേഹത്തെ തിരിക്കാറുണ്ട്. ഒന്ന്, കുട്ടികളിൽ വരുന്ന ഷുഗറിനെ നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നു. മുതിർന്നവരിൽ വരുന്നതിനെ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നു. പിന്നെ ഗർഭിണികളിലും കണ്ടുവരുന്ന ഷുഗറിനെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നും വിളിക്കുന്നു. ഇത് കൂടാതെ പലതരമുണ്ട്. ഇതിൻ്റെ കുട്ടികളിലും അഡൾട്ടിലും ഇടയ്ക്ക് വരുന്ന ഷുഗർ, അതിന് പല ക്ലാസിഫിക്കേഷൻ, മോഡി എന്നൊക്കെ പറയും. മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് യങ്, അങ്ങനെ പലതരമുണ്ട്. പക്ഷെ നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് ഈ 3 തരം, അതായത് കുട്ടികളിൽ വരുന്ന ഡയബറ്റീസ്, മുതിർന്നവരിൽ വരുന്ന ഡയബറ്റീസ്, ഗർഭിണികളിൽ വരുന്ന ഡയബറ്റീസ് ആണ്. ഗർഭിണികളിൽ കണ്ടുവരുന്ന പ്രമേഹം സാധാരണയായിട്ട് അത് പിന്നെ മാറുന്നതായിരിക്കും അല്ലേ? ആ സമയത്ത് മാത്രം യൂഷ്വലി നമ്മൾ ഗർഭകാലത്ത് ഒരു സ്ത്രീ 10 മുതൽ 12 കിലോ വരെ കൂടാം. അപ്പോൾ ഈ അതിൻ്റെ ഭാഗമായി ഹോർമോണൽ മാറ്റങ്ങളും കാരണങ്ങൾ കൊണ്ട് എല്ലാവരിലും ഷുഗർ വരണമെന്നില്ല. എന്നാൽ ഒരു ചില ശതമാനം ഗർഭിണികളിൽ അത് ഷുഗർ ഡയബറ്റീസായി പരിണമിക്കാം, പ്രമേഹത്തിലേക്ക് പോകാം. എന്നാൽ സാധാരണഗതിയിൽ മിക്ക ഗർഭിണികളിലും 3 മാസത്തിനകം ഈ ഷുഗർ നോർമൽ ആവാറുണ്ട്. എന്നാൽ ഗർഭകാലത്ത് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുകയും അതിനുശേഷം അത് വെയിറ്റ് കുറക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ കയ്യിൽ നിന്ന് വ്യായാമം വഴിയും ഭക്ഷണ രീതി ക്രമീകരിക്കുക വഴിയും ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ അമിതവണ്ണം വരികയും അത് ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമാവുകയും അതുവഴി ഡയബറ്റീസിലേക്ക് പോവുകയും ചെയ്യാം. വ്യായാമം പതിവാക്കിയിട്ട് ശരീരഭാരം നിയന്ത്രിച്ചും
നമുക്ക് ഇൻസുലിൻ പ്രതിരോധം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് അല്ലേ? അപ്പോൾ പ്രമേഹം വരാനുള്ള സാധ്യത ആർക്കൊക്കെയാണ്? ഇതിൻ്റെ കാരണങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപാട് കാരണങ്ങൾ, മൾട്ടി ഫാക്ടോറിയൽ എന്നാണ് ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ പറയാറ്. കാരണം ഒന്നിൽ കൂടുതൽ കാരണങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഭക്ഷണരീതി, അമിതമായ ഭക്ഷണരീതിയും വീട്ടിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന അവസ്ഥ, വ്യായാമമില്ലാത്ത അവസ്ഥ, പ്രഷറുള്ളവരിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗർഭിണികളിൽ പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരിൽ അത് കഴിഞ്ഞ് ഷുഗർ വരാനുള്ള സാധ്യത. ചിലർക്കെങ്കിലും ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ ഫാസ്റ്റിംഗ് ഷുഗറിൽ കുറച്ച് അളവ് മേലെ നിൽക്കുക, അതിനെ ഇംപെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്ന് പറയും. അതും നമ്മൾ അവഗണിക്കാതെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഷുഗറിലേക്കായി മാറാം. ബോഡി മാസ് ഇൻഡെക്സ്, അതായത് ബോഡി മാസ് ഇൻഡെക്സ് 23 കൂടുതലുള്ളവരിലും അതൊരു റിസ്ക് ഫാക്ടറായി കാണാറുണ്ട്. ഫാമിലി ഹിസ്റ്ററി ഉള്ളവരിൽ ഷുഗർ വരാൻ സാധ്യതയുണ്ട്. അമിതവണ്ണം ഒരു ഷുഗറിനൊരു പ്രധാന കാരണമാണ്. അപ്പോൾ വ്യായാമം, ഭക്ഷണരീതി ഇത് വളരെ പ്രധാനമാണ് ഷുഗർ കൺട്രോൾ ആക്കുന്നതിൽ. ഇപ്പോൾ ഒരു വ്യക്തിക്ക് പ്രമേഹം ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമ്മൾക്ക് പ്രമേഹം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് രക്തപരിശോധനയിലൂടെയാണ്. സാധാരണഗതിയിൽ നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, അതിനുശേഷം ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ, അതായത് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ, PPBS എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് ഈ ടെസ്റ്റുകൾ ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. രാത്രി ഒരാൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം 8 മുതൽ ഒരു 10 മണിക്കൂർ വരെ ഫാസ്റ്റിങ്ങിന് ശേഷം രാവിലെ വെറും വയറ്റിൽ, അതും ഭക്ഷണമൊന്നും കഴിക്കാതെ രക്തം കൊടുത്ത് പരിശോധിക്കുന്നതിനെയാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. ഇനി എന്താണ് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ, PPBS? അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് 2.5 മണിക്കൂറിന് ശേഷം ചെയ്യുന്ന ഷുഗർ ടെസ്റ്റിനെയാണ് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഒരു ഷുഗറിൻ്റെ മരുന്ന് എടുക്കുന്ന ഒരാളാണെങ്കിൽ പലപ്പോഴും അവർ മരുന്ന് എടുക്കാതെയാണ് ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ ചെക്ക് ചെയ്യുന്നത്. എന്നാൽ രോഗികൾ അറിഞ്ഞിരിക്കേണ്ടത്, ഭക്ഷണം കഴിച്ച് ഗുളികയും കഴിച്ച് 2.5 മണിക്കൂർ കഴിഞ്ഞ് വേണം പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ചെയ്യാൻ. എന്നാലേ ഡോക്ടർക്ക് അത് കറക്റ്റായിട്ടുള്ള മരുന്ന് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഈ നോർമൽ ബ്ലഡ് ഷുഗർ എത്രയാണ് ശരിക്കും? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100-നും 110-നും ഇടയിൽ അഭികാമ്യമാണ്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 126-ൽ കൂടുതൽ കണ്ടാൽ അത് ഷുഗർ ഉള്ളതായി നമ്മൾ കണക്കാക്കുന്നു. പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ പല ഏജിൽ പല അളവായി നമുക്ക് നോർമൽ പറയാം. 40 വയസ്സിന് താഴെയാണെങ്കിൽ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ 140-ൽ താഴെയാണെങ്കിൽ അഭികാമ്യമാണ്. 50-നും 60 വയസ്സിനും ഇടയിൽ 150-ഓ അതിനടുത്തോ അഭികാമ്യമാണ്. 60 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ 160-ന് അടുത്തോ അതിന് താഴെയോ അഭികാമ്യമാണ്. ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറും ഫാമിലി ഫിസിഷ്യനുമായ ഡോക്ടർ ജിതിൻ ജോർജുമായുള്ള അഭിമുഖം തുടരും നാളെ ആരോഗ്യദീപ്തിയിൽ. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.